ഹലോ ഗൈസ്, ഉപ്പും മുളകും പ്രേക്ഷകരെ, നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തുകയാണ് അല്ലെ. നമ്മുടെ ലച്ചുവും പാറമട വീട്ടുകാരും മൊത്തം നമ്മുടെ സിദ്ധുവിന് വേണ്ടുന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അച്ചാറുകളായാലും ശരി, പലഹാരങ്ങളായാലും ശരി, എല്ലാവരും ഇങ്ങനെ സിദ്ധുവിന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ധൃതിയിലാണ്. അപ്പൊ നമ്മുടെ ലച്ചുവിനൊരു വാശി ഉണ്ടായിരുന്നു, ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പൊ ലച്ചു ഒരു അച്ചാർ ഉണ്ടാക്കിയത് ഫ്ലോപ്പ് ആയപ്പോ തന്നെ ആ ഒരു വാശിയൊക്കെ വിട്ടു. ഇനി മുത്തശ്ശി അമ്മൂമ്മ ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞ് എല്ലാം ഭവാനി അമ്മൂമ്മയോട് പറയുന്നുണ്ട്. കുറച്ച് അഹങ്കാരം കൂടിപ്പോയി അമ്മൂമ്മയെ, ക്ഷമിക്ക അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു ഇനി ഭക്ഷണ സാധനങ്ങളൊക്കെ അമ്മൂമ്മ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് അമ്മൂമ്മക്ക് ഏൽപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനിയായിരിക്കും നമ്മുടെ സിദ്ധുവിന്റെ വരവ്. കൂട്ടുകാരെ, ഒരു രക്ഷയില്ലാത്ത ഒരു ഒന്നൊന്നര എൻട്രി ആട്ടോ നമ്മുടെ സിദ്ധുവിന്റെ. അപ്പൊ എന്തായാലും നമ്മുടെ കുറെ പേരൊക്കെ വിചാരിച്ചിരുന്നത് പഴയ നമ്മുടെ ഡെയിൻ തന്നെയാണ് ഈ സിദ്ധുവായിട്ട് വന്നിരിക്കുന്നത് എന്നായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ കൂട്ടുകാരൻ, നമ്മുടെ പുതിയൊരു താരം തന്നെയാണ്, പുതിയ മുഖം തന്നെയാട്ടോ നമ്മുടെ സിദ്ധുവായിട്ട് വരുന്നത്. സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ഒരു അഭിനേതാവ് തന്നെയാണ് നമ്മുടെ പുതിയ സിദ്ധുവായിട്ട് വരാൻ പോകുന്നത്. നിങ്ങളൊന്നും പേടിക്കേണ്ട പ്രേക്ഷകരെ. എല്ലാവർക്കും ഭയങ്കര പേടിയാണോ, അയ്യോ പഴയ സിദ്ധു മതിയായിരുന്നു, പഴയ സിദ്ധുവിന് അത്രയൊന്നും പഴയ സിദ്ധുവും ലച്ചുവിന് അത്രയൊന്നും വരത്തില്ല പുതിയ സിദ്ധു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ കൊള്ളാം. നമ്മുടെ ഭവാനി അമ്മൂമ്മ, പണ്ടത്തെ ഭവാനി അമ്മൂമ്മയേക്കാൾ എത്രയോ മികച്ചതാണ് നമ്മുടെ പുതിയ ഭവാനി അമ്മൂമ്മ അല്ലെ. അതുപോലെ തന്നെ ആയിരിക്കും, നിങ്ങൾ 100% വിശ്വസിച്ചോ. പുതിയ സിദ്ധു നമ്മുടെ ലച്ചുവും കൂടെ നമ്മുടെ പാറമട വീട്ടിൽ ഒരുക്കാൻ പോകുന്ന ആ ഒരു ബഹളങ്ങളും മേളങ്ങളൊക്കെ കണ്ട് നമ്മൾ പ്രേക്ഷകരൊക്കെ അങ്ങാട് ആസ്വദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കിടുക്കാച്ചി എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ സിദ്ധു വരുന്നതിന് ശേഷം വരാൻ പോകുന്നതേ. ഇനി പോരാത്തതിന് ചിലപ്പോൾ നമ്മുടെ ലച്ചുവിന്റെ ഒരു വിശേഷവും കൂടി നമ്മൾ പ്രേക്ഷകർക്ക് കാണാം അല്ലെ. നമ്മുടെ പാറുക്കുട്ടീനെ നീല് വളർത്തിയെടുത്ത പോലത്തെ ഒരു കഥ നമ്മുടെ ലച്ചുവിന്റെയും കൂടി ആയിക്കോട്ടെ. ലച്ചു ഇതേപോലെ പ്രസവിക്കുന്നു, ആ കൊച്ചിനെയൊക്കെ ഇങ്ങനെ നോക്കി വളർത്തുന്ന ഒരു കിടിലൻ നിമിഷങ്ങളും ചിലപ്പോൾ നമ്മുടെ ഉപ്പും മുളകിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിലും കഥ പൊളിക്കും, പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടവും സന്തോഷവും ആകും അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്.